അടുത്തതായി റോ മൊമെൻറ്റ്സും സെൻട്രൽ മൊമെൻറ്റ്സും തമ്മിലുള്ള റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫോർമുലകൾ അറിഞ്ഞിരിക്കണം. അതിൽ μ1 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഫസ്റ്റ് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. μ2 സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ് എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ് μ2 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് ദി ഹോൾ സ്ക്വയർ. μ2 ഡാഷ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ മൊമെൻ്റ് ആണ് അല്ലേ. μ2 ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. μ2 ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ μ1 ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ്, അതായത് μ2 എന്ന് പറയുന്നത് μ2 ഡാഷ് മൈനസ് μ1 ഡാഷ് ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ റിലേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് μ3, അതായത് തേർഡ് സെൻട്രൽ മൊമെൻറ്റും അതുപോലെ തന്നെ തേർഡ് റോ മൊമെൻറ്റും സെക്കൻഡ് റോ മൊമെൻറ്റും ഫസ്റ്റ് റോ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ. μ3 ഈസ് ഈക്വൽ ടു μ3 ഡാഷ് മൈനസ് 3 μ2 ഡാഷ് μ1 ഡാഷ് പ്ലസ് 2 μ1 ഡാഷ് ദി ഹോൾ സ്ക്വയർ. ഇവിടെ μ3 ഡാഷ് എന്ന് പറയുന്നത് തേർഡ് റോ മൊമെൻ്റ് ആണ്. μ2 ഡാഷ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ മൊമെൻ്റ് ആണ്. μ1 ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ മൊമെൻ്റ് ആണ്. നെക്സ്റ്റ് μ4, അതായത് ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു μ4 ഡാഷ്, അതായത് ഫോർത്ത് റോ മൊമെൻറ്റ്, അതാണ് μ4 ഡാഷ്. μ4 ഡാഷ് മൈനസ് 4 μ3 ഡാഷ് μ1 ഡാഷ് പ്ലസ് 6 μ2 ഡാഷ് ഇൻറ്റു μ1 ഡാഷ് ദ ഹോൾ സ്ക്വയർ. μ1 ഡാഷിന് മാത്രമേ ഹോൾ സ്ക്വയർ ഉള്ളൂ. മൈനസ് 3 μ1 ഡാഷ് ദ ഹോൾ റൈസ് ടു 4. അപ്പോൾ ഇത്രയും ഫോർമുലകൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഇതെല്ലാം മൊമെൻറ്റ്സ്, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പിയേഴ്സൺസ് ബീറ്റ ആൻഡ് ഗാമ കോഎഫിഷ്യൻസ്. ഇതും നമ്മൾ മൊമെൻറ്റ്സ്, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസിൽ പഠിക്കുന്നതാണ്. ഞാൻ ആ ഫോർമുലകളെല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ. β1 is equal to μ3 square divided by μ2 cube. β2 is equal to μ4 divided by μ2 square. ഇവിടെ μ3 എന്ന് പറയുന്നത് തേർഡ് സെൻട്രൽ മൊമെൻ്റ് ആണ്. μ2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൊമെൻ്റ് ആണ്. ഇവിടെ μ4 എന്ന് പറയുന്നത് ഫോർത്ത് സെൻട്രൽ മൊമെൻറ്റ്, അതുപോലെ μ2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ്. ദെൻ γ1 is equal to root of β1. then γ2 is equal to β2 minus 3. അപ്പോൾ ഇത്രയും ഫോർമുല കൂടി നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ, MGF. എന്താണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ എന്ന് നോക്കാം. ദി മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ MGF of a random variable x about origin having the probability function f of x is given by mxt is equal to expectation of e raised to tx. ഇവിടെ x എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്, t എന്ന് പറയുന്നത് ഒരു റിയൽ പാരാമീറ്റർ ആണ്. അപ്പോൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? mxt is equal to, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? സിഗ്മ ഓവർ എക്സ് e raised to tx ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ PMF ആയിരിക്കും. ഓക്കെ, ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ സിഗ്മയ്ക്ക് പകരം ഇൻ്റഗ്രലാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഓവർ എക്സ് e raised to tx ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ PDF ആണ്. ആ PDF-നകത്ത് ഈ ഇൻ്റഗ്രലിന് കൊടുക്കേണ്ട ലിമിറ്റ് ഉണ്ടാകും. ആ ലിമിറ്റ് എന്താണോ അത് ഇവിടെ കൊടുക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? ഇതാണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എബൌട്ട് ഒറിജിൻ. എബൌട്ട് ഒറിജിൻ, ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോ മൊമെൻ്റ് ആയിരിക്കും ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റോ മൊമെൻ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് mxt is equal to expectation of e raised to tx. ഓക്കെ, ഇനി മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എബൌട്ട് എ എന്ന് പറഞ്ഞാൽ
നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി ഇൻറ്റു എക്സ് മൈനസ് എ. ഇതാണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ എബൌട്ട് എ. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ എബൌട്ട് ഒറിജിൻ ആകുമ്പോൾ ഈ എയുടെ സ്ഥാനത്ത് 0 കൊടുക്കണം. അന്നേരം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റോ മൊമെൻറ്റ്സുകളെ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. റോ മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മൊമെൻറ്റ്സ് എബൌട്ട് ദി ഒറിജിൻ ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെ MGF ഉപയോഗിച്ചുകൊണ്ട് റോ മൊമെൻറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാം? MGF എന്ന് പറയുന്നത് MXT ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണ്. ഇനി നമുക്കറിയാം ഇ റൈസ് ടു എക്സിൻ്റെ സീരീസ് ഫോം. ഇ റൈസ് ടു എക്സിൻ്റെ സീരീസ് ഫോം എന്താണ്? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് ഇ റൈസ് ടു എക്സിൻ്റെ സീരീസ് ഫോം. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് ടി എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇ റൈസ് ടു ടി എക്സിൻ്റെ സീരീസ് ഫോം എഴുതാൻ പോവുകയാണ്. അപ്പം എങ്ങനെ എഴുതാം? 1 പ്ലസ് അടുത്തത് എക്സ് ആണല്ലോ വരുന്നത്. ഇയുടെ പവർ എക്സ് ആയതുകൊണ്ട് അടുത്ത എക്സ് ആ വരുന്നത്. ഇവിടെ ഇയുടെ പവർ ടി എക്സ് ആണ്. അപ്പോൾ അടുത്ത ടൈം ടി എക്സ് ആണ്. കണ്ടോ, 1 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് ടി എക്സ് ആയതുകൊണ്ട് ടി എക്സ് പ്ലസ് നെക്സ്റ്റ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് ടി എക്സ് ആയതുകൊണ്ട് ടി എക്സിൻ്റെ സ്ക്വയർ ആണ്. ടി എക്സ് ദി ഹോൾ സ്ക്വയർ. ടി എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ടി സ്ക്വയർ എക്സ് സ്ക്വയർ ദെൻ ബൈ 2 ഫാക്ടോറിയൽ. അടുത്ത ടൈം എന്തായിരിക്കും? എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടി എക്സ് ആണ്. അപ്പോൾ ടി എക്സ് ദി ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അപ്പോൾ ടി ക്യൂബ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് വരും. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, ഞാൻ പിന്നെ എക്സെട്ര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു ജനറൽ ടൈമാണ് എഴുതിയിരിക്കുന്നത്. ജനറൽ ടൈം എങ്ങനെ എഴുതാം? കണ്ടോ, ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്, സെക്കൻഡ് ടൈമിൽ ടി റൈസ് ടു 1, തേർഡ് ടൈമിൽ ടി റൈസ് ടു 2, അത് ജനറൽ ടൈമിൽ ടി റൈസ് ടു ആർ എന്നെടുത്തു. ടി റൈസ് ടു ആർ. കണ്ടോ, ടി റൈസ് ടു 2 വരുമ്പോൾ കൂടെ എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ടി റൈസ് ടു ആർ വരുമ്പോൾ എക്സ് റൈസ് ടു ആർ വരും. ഇവിടെ കണ്ടോ, ടി സ്ക്വയർ വരുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ടി റൈസ് ടു ആർ വരുമ്പോൾ ഡിനോമിനേറ്ററിൽ ആർ ഫാക്ടോറിയൽ ആയിരിക്കും. ഇതാണ് ഈ സീരീസിൻ്റെ ഒരു ജനറൽ ടൈം എന്ന് പറയുന്നത്. എങ്ങനെ പറയാം? ടി റൈസ് ടു ആർ എക്സ് റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി ഈ എക്സ്പെക്റ്റേഷൻ ഞാൻ അകത്തോട്ട് ഓരോ ടൈമിനും കൊടുക്കാൻ പോവാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം 1 തന്നെയാണ്. പ്ലസ് ടി പുറത്തെടുത്തു, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ കോൺസ്റ്റൻറ്റ് അത് പുറത്തെടുത്തു, ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പുറത്തെടുത്തു, പിന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും പ്ലസ് എക്സെട്ര. ഇനി ജനറൽ ടൈമിന് ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ പുറത്തെടുത്തു, ബാക്കി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ എന്ന് എഴുതി പ്ലസ് എക്സെട്ര. വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം μ1 ഡാഷ് ആണ് അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ മൊമെൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ടി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് പകരം μ1 ഡാഷ് എന്ന് എഴുതാം പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു നെക്സ്റ്റ് μ2 ഡാഷ് എന്ന് എഴുതാം പ്ലസ് എക്സെട്ര പ്ലസ് ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു μr ഡാഷ് പ്ലസ് എക്സെട്ര. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും μr ഡാഷ്, അതായത് ആർത്ത് റോ മൊമെൻറ്റ് μr ഡാഷ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ. കണ്ടോ, ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു μr ഡാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷനകത്ത് μr ഡാഷ് എന്ന് പറയുന്നത് ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതാണ്. അങ്ങനെ ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന കാര്യത്തിനെ നമ്മൾ പറയുന്നത് ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? μr ഡാഷ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ്
t raised to r by r factorial in the expansion of mxt. കണ്ടോ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ എക്സ്പാൻഷനിൽ ടി റൈസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും ആർത്ത് റോ മൊമെന്റ് അല്ലെങ്കിൽ ആർത്ത് മൊമെന്റ് അബൌട്ട് ദി ഒറിജിൻ mu r dash is equal to coefficient of t raised to r by r factorial in the expansion of mxt. അപ്പോൾ ഈ ഒരു റിസൾട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. അത് കിട്ടുന്നത് എങ്ങനെയാണെന്നും അറിയണ്ട, ഈ ഒരു റിസൾട്ട് നന്നായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ആർത്ത് റാ മൊമെന്റ് അല്ലെങ്കിൽ ആർത്ത് മൊമെന്റ് അബൌട്ട് ദ ഒറിജിൻ എങ്ങനെ കണ്ടുപിടിക്കാം? mu r dash is equal to coefficient of t raised to r by r factorial in the expansion of mxt. അപ്പോൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് mu r dash നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി വേറൊരു ഫോർമുല യൂസ് ചെയ്തും നമുക്ക് mu r dash കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. mu r dash is equal to dr by dt raised to r of mxt at t equal to 0. അതായത് mxt-യെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? mu r dash കണ്ടുപിടിക്കാം. എത്ര ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? r ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് mu 1 dash വേണം. mu 1 dash, അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് അവിടെ 1 ആണ് കിടക്കുന്നത്. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ mu 1 dash കണ്ടുപിടിക്കാം? mu 1 dash ഈക്വൽ ടു d ബൈ ഡി ടി ഓഫ്, അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് 1 ആണ്, അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് d ബൈ ഡി ടി ഓഫ് mxt അറ്റ് t ഈക്വൽ ടു 0. അതായത് mxt-യെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ടിയിലായിരിക്കണം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ടിക്ക് 0 കൊടുക്കുക. അന്നേരം നമുക്ക് എന്താ കിട്ടുക? mu 1 dash കിട്ടും. ഓക്കെ, ഇനി mu 2 dash വേണം, സെക്കൻഡ് റാ മൊമെന്റ് വേണം. mu 2 dash എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് d സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് mxt അറ്റ് t ഈക്വൽ ടു 0. അതായത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം, d ബൈ ഡി ടി ഓഫ് mxt. ആ കിട്ടിയ ആൻസറിനെ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അപ്പോൾ നമുക്ക് d സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് mxt കിട്ടും. അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അത് ടിയിലായിരിക്കും കിട്ടുന്നത്, ടിക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? mu 2 dash കിട്ടും. അതിനെ ജനറലൈസ് ചെയ്താണ് mu r dash is equal to dr by dt raised to r of mxt at t equal to 0 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ mxt മൊമെന്റ് ജനറേറ്റിംഗ് ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മൊമെന്റുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, മൊമെന്റുകൾ എന്ന് പറയുമ്പോൾ റാ മൊമെന്റ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ mxt-യെ നമുക്ക് സിഗ്മ നോട്ടേഷനിൽ എഴുതാം. ഈ ഒരു സീരീസിനെ സിഗ്മ നോട്ടേഷനിൽ എഴുതാം. എങ്ങനെ എഴുതാം? mxt is equal to സിഗ്മ. സിഗ്മയ്ക്കകത്ത് ഈ സീരീസിനകത്തുള്ള എല്ലാ ടൈമുകളും എഴുതേണ്ട ആവശ്യമില്ല, ജനറൽ ടൈം എഴുതിയാൽ മതി. ജനറൽ ടൈം ഏതാണ്? t raised to r by r factorial into mu r dash. mu r dash എന്താണെന്ന് അറിയാമല്ലോ, ആർത്ത് റാ മൊമെന്റ്. അതിനെ mr dash എന്ന് വേണമെങ്കിലും എഴുതാം നമുക്ക്. mr dash ഇത് രണ്ടും ആർത്ത് റാ മൊമെന്റിനെ കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ mxt എങ്ങനെ എഴുതാം? mxt ഈക്വൽ ടു സിഗ്മ t raised to r by r factorial into mu r dash. r എങ്ങനെ വേരി ചെയ്യുന്നത്? r varies from 0 to infinity. അപ്പോൾ ആറിന് ആദ്യം 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കിട്ടും, ആറിന് 1 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും, ആറിന് 2 കൊടുക്കുമ്പോൾ തേർഡ് ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിഗ്മ നൊട്ടേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. mxt ഈക്വൽ ടു സിഗ്മ r ഈക്വൽ ടു 0 to infinity t raised to r by r factorial into mu r dash. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ലെറ്റ് x be a random variable with f of x equal to 2/3 when x equal to 1, 1/3 when x equal to 2, 0 elsewhere. Write its MGF. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അത് നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ഈ പ്രോബിലിറ്റി ഫംഗ്ഷൻ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. എക്സിൻ്റെ വാല്യൂ 1 ആകുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് 2/3, എക്സിൻ്റെ വാല്യൂ 2 ആകുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്താണ് 1/3 ആണ്.
അപ്പോൾ ഈ തന്നേക്കുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ PMF ആണ് ഈ കൊടുത്തേക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കിതിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? MXT ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് e റൈസ് ടു tx ആണല്ലോ. MXT ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് e റൈസ് ടു tx. ഇനി ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഇവിടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സോ വി ക്യാൻ റൈറ്റ് സിഗ്മ ഓവർ എക്സ് e റൈസ് ടു tx ഇൻറ്റു PMF, ദറ്റ് ഈസ് f ഓഫ് x. എക്സ് വേരി ചെയ്യുന്നത് ഏത് മുതൽ ഏത് വരെയാ? കണ്ടോ, എക്സിൻ്റെ വാല്യൂ 1, 2, ആ രണ്ട് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 to 2 എന്ന് എഴുതാം. സിഗ്മ ഓവർ എക്സ് ഈക്വൽ ടു 1 to 2 e റൈസ് ടു tx ഇൻറ്റു f ഓഫ് x വിച്ച് ഇസ് ഈക്വൽ ടു, ആദ്യം എക്സിന് 1 കൊടുക്കാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? ഇതിനകത്ത് e റൈസ് ടു t ഇൻറ്റു 1, അപ്പോൾ e റൈസ് ടു t എന്ന് കിട്ടും. ഇൻറ്റു f ഓഫ് 1. f ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഉള്ള ഫംഗ്ഷൻ f ഓഫ് 1. എക്സിന് 1 കൊടുക്കുമ്പോൾ ഏതാ f ഓഫ് x എന്ന് പറയുന്നത്? എക്സിന് 1 കൊടുക്കുമ്പോൾ f ഓഫ് x 2/3 ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 2/3 എന്ന് എഴുതാം. 2/3 പ്ലസ് അടുത്ത എക്സിന് 2 കൊടുക്കുക. അപ്പോൾ e റൈസ് ടു t ഇൻറ്റു 2, അപ്പോൾ നമുക്ക് e റൈസ് ടു 2t എന്ന് എഴുതാം. ഇൻറ്റു f ഓഫ് 2. f ഓഫ് 2 എന്താണ്? f ഓഫ് 2 ആ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ നോക്കി f ഓഫ് 2 എഴുതുക. f ഓഫ് 2, അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ f ഓഫ് 2 കിട്ടും. f ഓഫ് 2 എന്താണ്? എക്സിന് 2 കൊടുക്കുമ്പോൾ f ഓഫ് 2 എന്ന് പറയുന്നത് 1/3 കിട്ടും അല്ലേ? 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 1/3. അപ്പോൾ ആ 1/3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 1/3 വിച്ച് ഇസ് ഈക്വൽ ടു e റൈസ് ടു t ഇൻറ്റു 2/3. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2 e റൈസ് ടു t ബൈ 3 പ്ലസ് e റൈസ് ടു 2t ഡിവൈഡ് ബൈ 3. ഇതാണ് ഈ തന്നേക്കുന്ന റാൻഡം വേരിയബിളിനെ സംബന്ധിച്ച് MGF. ഓക്കെ, ഇനി വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സീരീസാണ് 1 പ്ലസ് r പ്ലസ് r സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന സീരീസ്. ഈ സീരീസ് ഏത് നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. 1/1 - r. ഈ സീരീസിനെ കുറിച്ച് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1 പ്ലസ് r പ്ലസ് r സ്ക്വയർ പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു 1/1 - r ആണ്. ഈ സീരീസിനെ നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ എഴുതാം. എങ്ങനെ എഴുതാം? സിഗ്മ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി r റൈസ് ടു x. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സീരീസ് കിട്ടുന്നത്. ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ r റൈസ് ടു 0 1 കിട്ടും. എക്സിന് 1 കൊടുക്കുമ്പോൾ r റൈസ് ടു 1 6 കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ r റൈസ് ടു 2 അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സിഗ്മ നൊട്ടേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ സീരീസ് ഏത് നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? 1/1 - r എന്ന് പറയുന്ന നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി ഇതേ സീരീസ് തന്നെ ഞാൻ വേറൊരു രീതിയിൽ സിഗ്മ നൊട്ടേഷൻ എഴുതിയിരിക്കുകയാണ്. അത് നോക്കി, സിഗ്മ നേരത്തെ x ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ആയിരുന്നു. ഇപ്പോൾ x ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. അപ്പോൾ x ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇവിടെ ഇതിനകത്ത് r-ൻ്റെ പവർ കണ്ടോ? r റൈസ് ടു x - 1 എന്ന് കൊടുക്കണം. x 0 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ സിഗ്മയ്ക്കകത്ത് ജനറൽ ടൈം എന്ന് പറയുന്നത് r റൈസ് ടു x ആണ്. x ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ r റൈസ് ടു x - 1 എന്നാകും. മനസ്സിലായല്ലോ? ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഈ സിഗ്മയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യം എക്സിന് 1 കൊടുക്കുക. അപ്പോൾ r റൈസ് ടു 1 - 1, r റൈസ് ടു 0, അത് 1 കിട്ടും. പ്ലസ് നെക്സ്റ്റ് എക്സിന് 2 കൊടുക്കുക. അപ്പോൾ r റൈസ് ടു 2 - 1, r റൈസ് ടു 2 - 1 എന്ന് പറയുമ്പോൾ r റൈസ് ടു 1, അപ്പോൾ r റൈസ് ടു 1 സെക്കൻഡ് ടൈം കിട്ടി. പ്ലസ് നെക്സ്റ്റ് എക്സിന് 3 കൊടുക്കുക. അപ്പോൾ r റൈസ് ടു 3 - 1 r സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ആ പഴയ സീരീസ് തന്നെ നമുക്ക് കിട്ടും. ഇത് ഏത് നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? 1/1 - r-ലേക്ക്. ഓക്കെ, ഇനി ഇതേ സീരീസ് തന്നെ വേറെ രീതിയിൽ സിഗ്മ നൊട്ടേഷൻ എഴുതിയിരിക്കുകയാണ്. സിഗ്മ എക്സ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി. കണ്ടോ, എക്സ് 2 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ r-ൻ്റെ പവർ കണ്ടോ? x - 2 ആയിരിക്കണം. r റൈസ് ടു x - 2. അപ്പോൾ ഈ സിഗ്മ നൊട്ടേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ സീരീസ് തന്നെ കിട്ടും. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ r റൈസ് ടു 2 - 2, r റൈസ് ടു 0 1. എക്സിന് 3 കൊടുക്കുമ്പോൾ r റൈസ് ടു 3 - 2, അത് r റൈസ് ടു 1, ദെൻ r റൈസ് ടു 2 പ്ലസ് എക്സെട്ര. ഇത് ഏത് നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? 1/1 - r.
അപ്പോൾ നിങ്ങൾ ഈ സിഗ്മ നൊട്ടേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം സെയിം സീരീസ് തന്നെയാണ്. കൺവേർജ് ചെയ്യുന്ന നമ്പർ 1/1 - r ഓക്കെ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് PDF f of x equal to q raised to x minus 1 into p, x equal to 1, 2, 3, etc. 0 elsewhere. Write its MGF. ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് കണ്ടല്ലോ, 1, 2, 3 etc. ഇങ്ങനെയാണ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാൻഡം വേരിയബിൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. നമുക്ക് ഇവിടെ MGF കണ്ടുപിടിക്കണം. MGF കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? MXT is equal to expectation of e raised to tx, okay, which is equal to ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ഫോർമുല എന്ത് വരും? സിഗ്മ ഓവർ എക്സ് ഇ റൈസ് ടു tx ഇൻറ്റു ആ പ്രോബിലിറ്റി ഫംഗ്ഷൻ, അതായത് f of x, which is equal to സിഗ്മ എക്സ് ഈക്വൽ ടു എക്സ് വേരി ചെയ്യുന്നത് 1 to infinity അല്ലേ, 1 to infinity e റൈസ് ടു tx ഇൻറ്റു f of x. f of x എന്ന് പറയുന്നത് എന്താണ്? q റൈസ് ടു x minus 1 ഇൻറ്റു p, q റൈസ് ടു x minus 1 ഇൻറ്റു p. സിഗ്മയ്ക്കകത്ത് കോൺസ്റ്റൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ ഏതാ കോൺസ്റ്റൻ്റ് സിഗ്മയ്ക്കകത്ത്? ഇ റൈസ് ടു tx. കണ്ടോ, എക്സ് ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇ റൈസ് ടു tx എന്ന് വന്നതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് അല്ല, കാരണം ഇയുടെ പവറായിട്ട് എക്സ് വരുന്നുണ്ട്. എക്സ് ആണ് ഇവിടെ വേരിയബിൾ, അപ്പോൾ കോൺസ്റ്റൻ്റ് അല്ല. ക്യൂവിൻ്റെ പവറായിട്ട് x minus 1 വരുന്നുണ്ട്, അവിടെയും വേരിയബിൾ വരുന്നുണ്ട്, അതുകൊണ്ട് അതും കോൺസ്റ്റൻ്റ് അല്ല. അടുത്ത് പി വരുന്നുണ്ട് അല്ലേ, പി. അതിൻ്റെ കൂടെ എക്സോ ഒന്നും വന്നിട്ടില്ല, പവറായിട്ട് എക്സോ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുക്കാം. അപ്പോൾ പിയെ പുറത്തെടുത്ത് പി ഇൻറ്റു സിഗ്മ എക്സ് ഈക്വൽ ടു 1 to infinity ഇ റൈസ് ടു tx ഇൻറ്റു ക്യൂ റൈസ് ടു x minus 1 എന്ന് എഴുതി. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സീരീസ് നോക്കിയാൽ ഈ സീരീസ് കണ്ടോ, സിഗ്മ എക്സ് ഈക്വൽ ടു 1 to infinity r റൈസ് ടു x minus 1 നമുക്ക് എങ്ങനെ എഴുതാം? 1/1 - r എന്ന് എഴുതാം. കണ്ടോ, സിഗ്മ എക്സ് വേരി ചെയ്യുന്നത് 1 മുതൽ ഇൻഫിനിറ്റി. കണ്ടോ, ഇവിടെ എക്സ് വേരി ചെയ്യുന്നത് 1 മുതൽ ഇൻഫിനിറ്റി, അത് ഓക്കെയാണ്. ഇനി സിഗ്മയ്ക്കകത്ത് r റൈസ് ടു x minus 1 എന്ന് വരണം. ഇവിടെ ഇ റൈസ് ടു tx എന്നും ക്യൂ റൈസ് ടു x minus 1 എന്നുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് പവറായിട്ട് x minus 1 വരണം. അപ്പോൾ ക്യൂവിൻ്റെ പവറായിട്ട് x minus 1 വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഇയുടെ പവറായിട്ട് x minus 1 കൊണ്ടുവരണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന് വേണ്ടിയിട്ട് പി ഇൻറ്റു സിഗ്മ എക്സ് ഈക്വൽ ടു 1 to infinity ഇ റൈസ് ടു txനെ നമുക്ക് ഇ റൈസ് ടു t ദി ഹോൾ റൈസ് ടു x എന്ന് എഴുതാം. ക്യൂവിൻ്റെ പവറായിട്ട് ആര് വന്നിട്ടുണ്ട്? x minus 1 വന്നിട്ടുണ്ട്, അത് മാറ്റണ്ട, അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ പവറിൽ x minus 1 കൊണ്ടുവരാൻ വേണ്ടി ഇ റൈസ് ടു ടി ദി ഹോൾ റൈസ് ടു x എന്ന് ഒരു ഇ റൈസ് ടു ടി സിഗ്മയ്ക്ക് പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ മാറും? പി ഇൻറ്റു ഒരു ഇ റൈസ് ടു ടി പുറത്തെടുത്തു, അതിൽ എക്സ് വരുന്നില്ല, ഇ റൈസ് ടു ടി കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുത്തു. സിഗ്മ എക്സ് ഈക്വൽ ടു 1 to infinity. കണ്ടോ, ഇ റൈസ് ടു ടി ദി ഹോൾ റൈസ് ടു എക്സ് എന്ന് ഒരു ഇ റൈസ് ടു ടി പുറത്തു വന്നു. അപ്പോൾ ഇ റൈസ് ടു ടിയുടെ പവർ ഇവിടെ ഹോൾ റൈസ് ടു എക്സ് ആണല്ലേ, ഇ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു എക്സ്. അപ്പോൾ ഇ റൈസ് ടു ടിയുടെ പവർ എന്ന് പറയുന്നത് ഹോൾ റൈസ് ടു എക്സ് ആണ്. ഇതിനകത്തുനിന്ന് ഒരു ഇ റൈസ് ടു ടി ഇങ്ങ് പുറത്തു വന്നു, അപ്പോൾ പവറിൽ 1ൻ്റെ കുറവുണ്ടായി. ആ 1ൻ്റെ കുറവ് എങ്ങനെയാണ് ഉണ്ടായത്? ഇ റൈസ് ടു ടിയെ പുറത്തെടുത്തതുകൊണ്ട്. അപ്പോൾ സിഗ്മയ്ക്കകത്ത് ഇനി ഇ റൈസ് ടു ടി എഴുതുമ്പോൾ പവർ ഒന്ന് കുറച്ചെഴുതണം. അപ്പോൾ നേരത്തെ എക്സ് ഉണ്ടായിരുന്നു, ഒരു ഇ റൈസ് ടു ടി പുറത്ത് വന്നപ്പോൾ ഇനി പവർ x minus 1. ഇനി ബാക്കി ആരുണ്ട്? ക്യൂ റൈസ് ടു x minus 1 വിച്ച് ഇസ് ഈക്വൽ ടു പി ഇ റൈസ് ടു ടി ഇൻറ്റു സിഗ്മ എക്സ് ഈക്വൽ ടു 1 to infinity. ഇനി കണ്ടോ, ഇ റൈസ് ടു ടി ദ ഹോൾ റൈസ് ടു x minus 1, ഇവിടെ ക്യൂ റൈസ് ടു x minus 1. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേർത്ത് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു ടി ഇൻറ്റു ക്യൂ ദി ഹോൾ റൈസ് ടു x minus 1 എന്ന് എഴുതാം. ഇപ്പോൾ ഇത് ഏത് ഫോമായി? ഈ ഫോമിലായി. സിഗ്മ
എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആർ റൈസ് ടു എക്സ് മൈനസ് 1 എന്ന ഫോമായി. കണ്ടോ, സിഗ്മ എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇ റൈസ് ടു ടി ഇൻറ്റു ക്യൂ ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഹോൾ റൈസ് ടു എക്സ് മൈനസ് 1. അപ്പോൾ ഈ സീരീസ് ഏത് നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്? 1/1 മൈനസ് ആറിലേക്ക്. അപ്പോൾ ഈ സീരീസ് ഏത് നമ്പറിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്? പി ഇ റൈസ് ടു ടി ഇൻറ്റു ഈ സീരീസ് ഏത് നമ്പറിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത്? ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് ഇ റൈസ് ടു ടി ഇൻറ്റു ക്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/1 മൈനസ് ആർ. ഇവിടെ ആർ എന്താണ്? ഇ റൈസ് ടു ടി ഇൻറ്റു ക്യൂ. നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു ടി ഇൻറ്റു ക്യൂ എന്ന് എഴുതി. സോ എം എക്സ് ടി ഇസ് ഈക്വൽ ടു പി ഇ റൈസ് ടു ടി ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ക്യൂ ഇ റൈസ് ടു ടി എന്ന് എഴുതാം. ദിസ് ഈസ് ദ റിക്വയർഡ് എം ജി എഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് എ എക്സ്, എ ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0. Its MGF is option A 1 minus t the whole raised to minus 1, option B 1 minus t by a the whole raised to minus 1, option C 1 plus t by a the whole raised to minus 1, option D 1 minus t by a the whole raised to minus 2. ഇവിടെ നമുക്ക് MGF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഇതാണ്: ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ അത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ആൻസർ എന്താണ്? ഇ റൈസ് ടു എക്സ് പ്ലസ് സി. ഈ പ്ലസ് സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഈ റിസൾട്ടാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളത്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് സി. ഇനി ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പോലെ, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്ന് നോക്കാം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഇ റൈസ് ടു എക്സ് ആണെന്നറിയാമല്ലോ. അതേ റിസൾട്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യണം. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ പ്ലസ് സി എന്ന് കിട്ടും. ഇനി ഇവിടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡി എക്സ് ആണെങ്കിലോ ഇതേപോലെ തന്നെയാണ്. ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പർ, എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന നമ്പർ, അതാണ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ്. ആ നമ്പർ മൈനസ് എ ആണ്. അപ്പോൾ മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ അറിയണം, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് എന്താ വേണ്ടത്? എം എക്സ് ടി ആണ് വേണ്ടത്. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ് വേണ്ടത്. എം എക്സ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. എങ്ങനെ മനസ്സിലായി? എക്സിൻ്റെ വാല്യൂ കണ്ടോ? റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ കണ്ടോ? 0യേക്കാൾ വലിയ എക്സ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 0യേക്കാൾ വലിയ എക്സ്. അപ്പോൾ എക്സിൻ്റെ ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് കൊടുത്തിട്ടില്ല. അപ്പർ ലിമിറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ എൻ്റെ അർത്ഥം അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെന്നാണ്. മനസ്സിലായല്ലോ? ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ്. അപ്പോൾ ലോവർ ലിമിറ്റ് 0 ആണ്. കണ്ടോ, ഇനിക്വാളിറ്റിയുടെ ചെറിയ ഭാഗത്ത് നിൽക്കുന്ന നമ്പർ 0 ആണ്. തുറന്ന ഭാഗം വലിയ ഭാഗത്ത് നിൽക്കുന്ന നമ്പർ എക്സ് ആണ്. അപ്പോൾ ചെറിയ ഭാഗത്ത് 0 ആയതുകൊണ്ട് എക്സിൻ്റെ ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പർ ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും അപ്പർ ലിമിറ്റ്. അപ്പോൾ ഈ ഇൻ്റർവെലിനകത്തുള്ള ഏത് വാല്യൂ വേണോ എക്സിന് വരാം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റൈസ് ടു ടി എക്സ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, കണ്ടോ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ആണ്. ഇനി ഇ റൈസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്താണ് എഫ് ഓഫ് എക്സ്? എ ഇ റൈസ് ടു മൈനസ് എ എക്സ് അല്ലേ? എ ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡി എക്സ്.
വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രലിനകത്ത് ഇവിടെ കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലേ, എ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രലിനകത്ത് ഫംഗ്ഷനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. അപ്പോൾ എ ഇൻ്റഗ്രലിന് പുറത്തെടുത്ത് എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു ടി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രലിനകത്ത് കണ്ടോ ഇ റൈസ് ടു ടി എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എക്സ് രണ്ടിൻ്റെയും ബേസ് ഒരുപോലെയാണ്, ഇ ആണ്. പവറുകളാണ് ഡിഫറൻറ്റ്. അപ്പോൾ ഒറ്റ ബേസ് ആക്കി എഴുതാം, പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. നമുക്കറിയാം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ് അല്ലേ. ഒരേ ബേസും ഡിഫറൻറ്റ് പവേഴ്സും ആണെങ്കിൽ നമുക്ക് ഒറ്റ ബേസ് ആക്കി എഴുതാം. എ റൈസ് ടു പവർ തമ്മിൽ ആഡ് ചെയ്യണം എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, ഒരേ ബേസ് ഇ കൊടുത്തു, ഇനി പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ടി എക്സ് മൈനസ് എ എക്സ് എന്ന് കിട്ടും അല്ലേ, അല്ലെങ്കിൽ ടി എക്സ് പ്ലസ് മൈനസ് എ എക്സ് എന്ന് എഴുതിയാൽ മതി. ടി എക്സ് പ്ലസ് മൈനസ് എ എക്സ് ഇതാണ് പവറായിട്ട് വരുന്നത് ഡി എക്സ്. മനസ്സിലായല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു. അപ്പോൾ ഈ രണ്ട് ടേംസിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് എക്സ് പുറത്തെടുക്കാം. അപ്പോൾ എന്താ കിട്ടുക, എക്സ് പുറത്തെടുക്കുമ്പോൾ ടി, ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി ടി മാത്രമേ ഉള്ളൂ, പ്ലസ് ഈ മൈനസും പ്ലസ് കൂടെ ചേർന്ന് മൈനസ് ആവും അല്ലേ, മൈനസ് ഇവിടെ നിന്ന് എക്സ് പുറത്ത് പോയാൽ ബാക്കി എ. ഇപ്പോൾ ടി മൈനസ് എ ഇൻറ്റു എക്സ് എന്ന് കിട്ടും ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് 0 എന്ന് എഴുതാം. അപ്പോൾ ഈ രീതിയിൽ വരികയാണെങ്കിൽ, ഈ രീതിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നമ്മൾ അപ്പർ ലിമിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരില്ല, കാരണം ഇവിടെ എക്സ് ആണ് നിൽക്കുന്നത്. മൈനസ് എക്സ് ആണെങ്കിൽ എക്സിന് പകരം ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് ഒരു മൈനസ് ഇവിടെ പുറത്തെടുക്കാം. അതെന്തിനു വേണ്ടി അങ്ങനെ എടുക്കുന്നത്, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരാൻ വേണ്ടി. അവസാനം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ ഇയുടെ പവറായിട്ട് മൈനസ് എക്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയെ 0 എന്ന് എഴുതാം. അതിനു വേണ്ടിയാണ് ഈ എക്സിനെ മൈനസ് എക്സ് എന്നാക്കാൻ വേണ്ടി ഇതിനകത്തുനിന്നൊരു മൈനസ് പുറത്തെടുക്കുക. നമുക്ക് എന്താവും, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു, ഇതിനകത്തുനിന്നൊരു മൈനസ് പുറത്തെടുക്കാം. മൈനസ് പുറത്തെടുത്തു. അപ്പോൾ ടി മൈനസ് എ എന്ന് മൈനസ് പുറത്തെടുത്താൽ ബ്രാക്കറ്റിനകത്ത് എ മൈനസ് ടി എന്നാവും, അറിയാമല്ലോ. ഇപ്പോൾ എ മൈനസ് ബി എന്ന് കിടക്കുകയാണ്, എ മൈനസ് ബി കിടക്കുകയാണ്. ഇതിനകത്തുനിന്ന് രണ്ട് ടൈമൊന്നും മൈനസ് പുറത്തെടുത്താൽ അല്ലെങ്കിൽ -1 പുറത്തെടുത്താൽ പിന്നെ ബ്രാക്കറ്റിനകത്ത് എ മൈനസ് ബി അല്ല വരുന്നത്, ബി മൈനസ് എ എന്നാണ്. ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് എ മൈനസ് ബി എന്ന് തന്നെ കിട്ടും. അപ്പോൾ എ മൈനസ് ബി ആ രണ്ട് ടേംസിൽ നിന്നും മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ബ്രാക്കറ്റിനകത്ത് ബി മൈനസ് എ എന്നായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടി മൈനസ് എ ആണ് ബ്രാക്കറ്റിനകത്ത്, അതിനകത്ത് രണ്ട് ടേംസിൽ നിന്ന് നെഗറ്റീവ് പുറത്തെടുത്തു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എ മൈനസ് ടി എന്ന് വരും, ബാക്കി എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എ മൈനസ് ടി ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചു ഇ റൈസ് ടു ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സ് വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇ റൈസ് ടു ഒരു കോൺസ്റ്റൻറ്റ്, ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്, ഇൻ്റഗ്രൽ ഇ റൈസ് ടു ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതിനകത്ത് കിടക്കുന്നത് അതുപോലെ എഴുതുക, ഇ റൈസ് ടു എ എക്സ് അതുപോലെ എഴുതുക. കണ്ട, ഇൻ്റഗ്രലിനകത്ത് കിടക്കുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ ഇ റൈസ് ടു എ എക്സ് അതുപോലെ എഴുതുക. പിന്നെ എന്തുകൂടെ ചെയ്യണം, ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ത് വരും, എ ഇൻറ്റു ഇ റൈസ് ടു ഇതിനകത്ത് കിടക്കുന്നത് അതുപോലെ എഴുതുക. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എ മൈനസ് ടി ഇൻറ്റു എക്സ് അതുപോലെ എഴുതുക, മൈനസ് എ മൈനസ് ടി ഇൻറ്റു എക്സ്. ഇനി എന്തുകൂടെ ചെയ്യണം, ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഏതാണ്, മൈനസ് ഓഫ് എ മൈനസ് ടി വിത്തിൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. ഇനി എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇറ്റ്സ് ഈക്വൽ ടു
ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നത് മൈനസ് ഓഫ് എ മൈനസ് ടി ആണ്, അത് പുറത്തെടുക്കാം. അപ്പോൾ എ ബൈ മൈനസ് ഓഫ് എ മൈനസ് ടി, ബാക്കി എന്താ വരിക? ഇ റൈസ് ടു മൈനസ് എ മൈനസ് ടി ഇൻറ്റു എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to infinity, which is equal to a by minus of a minus t ഇൻറ്റു ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കണം അല്ലേ, എക്സിന് പകരം ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് വെച്ചാൽ മൊത്തത്തിൽ ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. കണ്ടോ, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ മൈനസ് ഓഫ് എ മൈനസ് ടി ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ് അല്ലേ. അപ്പോൾ 0 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0 1 ആണ്. അപ്പോൾ അവിടെ മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താ വരിക? മൈനസ് എ ബൈ മൈനസ് ഓഫ് എ മൈനസ് ടി എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഈ മൈനസ് മൈനസ് ക്യാൻസൽ ആവും. ബാക്കി എ ബൈ എ മൈനസ് ടി എന്ന് കിട്ടും, എ ബൈ എ മൈനസ് ടി. അപ്പോൾ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? എ ബൈ എ ഇൻറ്റു എ ഇന്ന് എ പുറത്ത് വന്നു. അപ്പോൾ ബാക്കി എന്താ? എ ഇന്ന് എ പോയാൽ ബാക്കി 1 ഉണ്ട് അല്ലേ, 1 മൈനസ് ടി ഇന്ന് എ പുറത്ത് വന്നാൽ ബാക്കി ടി ബൈ എ, ടി ബൈ എ. അപ്പോൾ എ ബൈ എ ഇൻറ്റു 1 മൈനസ് ടി ബൈ എ. ഈ എ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. എ ഇൻറ്റു 1 എ, എ ഇൻറ്റു ടി ബൈ എ എന്ന് പറയുമ്പോൾ ടിയും കിട്ടും. എയും എയും ക്യാൻസലായി. അപ്പോൾ ആൻസർ എന്താ വന്നത്? 1 ബൈ 1 മൈനസ് ടി ബൈ എ ദി ഹോൾ റൈസ് ടു 1 അല്ലേ. ഇത് നമുക്ക് ന്യൂമറേറ്റർ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ എ ദി ഹോൾ റൈസ് ടു മൈനസ് 1. ഈ രീതിയിൽ എഴുതാം. 1 മൈനസ് ടി ബൈ എ ദി ഹോൾ റൈസ് ടു മൈനസ് 1. സോ ദ റിക്വയർഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1 മൈനസ് ടി ബൈ എ ദി ഹോൾ റൈസ് ടു മൈനസ് 1. ഞാനിവിടെ എല്ലാ സ്റ്റെപ്സും എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്സ് ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്സൊക്കെ വളരെ ചുരുക്കി എഴുതി പെട്ടെന്ന് ആൻസറിലെത്തിക്കുക. ഇതിൽ ഞാൻ ഒരു സ്റ്റെപ്പ് പോലും ഒഴിവാക്കിയിട്ടില്ല, ചെറിയ സ്റ്റെപ്സ് എല്ലാം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയത് ഈ പ്രോബ്ലം. ഓക്കെ.